നീറ്റ് ക്രമക്കേടിൽ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചുവെന്ന് NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിഷേധിക്കുന്ന യുവാക്കളെ നേർവഴിക്ക് നടത്താൻ ഭരണപക്ഷ എംപിമാർക്ക് കഴിയണമെന്നും മോദി പറഞ്ഞു. യുവാക്കൾക്ക് നേരെയുണ്ടായ ലാത്തിച്ചാർജ്, നീറ്റ് ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ തള്ളിയതോടെ ലോക്സഭയും രാജ്യസഭയും ഇന്നും ഇപ്പോഴാണ് ഈ വിഷയത്തിൽ കേന്ദ്രം മൗനം വെടിഞ്ഞത്. ഇത്രയും ദിവസമായി അതും നമുക്ക് ശരിയായിട്ടുള്ളൊരു മറുപടി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഓക്കെ, നടപടി എടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ചോർത്തിയവർക്കെതിരെ നടപടിയെടുത്തു. ഇത്രയും വലിയൊരു രാജ്യത്ത്, ഇത്രയും വലിയ പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യത്ത് ഈ ചോർത്തിയ ഒരു കുറച്ച് പേർക്കെതിരെ നടപടി എടുത്തു എന്നതുകൊണ്ട് എല്ലാ കാര്യവും ഓക്കെ ആയോ? ഉണ്ടായ നഷ്ടം, അതായത് കുട്ടികൾക്കുണ്ടായ നഷ്ടം പരിഹരിക്കപ്പെട്ടോ? പെട്ടില്ല. നാളെ ഇതേ സംഭവം, ഇതേ വിഷയം ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കുമോ? സാധിക്കത്തില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. പോപ്പുലേഷനിൽ 1ാം സ്ഥാനത്താണ്. അത്രയധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇതുവരെയും സാധിച്ചിട്ടില്ല. നാളെ പൂർണ്ണമായിട്ടും അങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ ഉണ്ടായത് പൂർണ്ണമായിട്ട് നമുക്ക് കണ്ണടച്ച് പറയാൻ വേണ്ടി പറ്റും, സിസ്റ്റം ഫെയിലിയർ തന്നെയാണ്. ഈ ചോദ്യപേപ്പർ ചോർച്ച, ഈ ചോർച്ച മൂലം ഏകദേശം 121, ഇതെല്ലാം അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ, 121 മില്യൺ കുട്ടികളെയാണ് ഈ ചോദ്യപേപ്പർ ചോർച്ച അഫക്ട് ചെയ്തത്. ഇത്രയും വലിയൊരു ഹ്യൂജ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഹ്യൂജ് നമ്പർ ഓഫ് കുട്ടികളെ ഇത് അഫക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഉത്തരവാദിത്തം വഹിക്കേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ് എന്ന് തുറന്നു പറയാൻ എന്തുകൊണ്ടാണ് മടിക്കുന്നത്? തെറ്റ് സമ്മതിക്കാൻ മടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ തെറ്റ് സമ്മതിക്കുന്ന ഗവൺമെന്റിനെയാണ് എപ്പോഴും ജനങ്ങൾക്ക് ആവശ്യം. അതായത് സുതാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെയാണ് ജനങ്ങൾക്ക് ആവശ്യം. ഇവിടെ സോനം വാങ്ചുക് എന്ന് പറയുന്ന അദ്ദേഹം ഇത്ര ദിവസമായിട്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ബാക്കി മിനിസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അവരുടെ ശ്രദ്ധ മറ്റെല്ലാ കാര്യങ്ങളിലേക്കും ചെല്ലാറുണ്ട്. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സെക്യൂരിറ്റി ബന്ധപ്പെട്ട കാര്യമായിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, ജിയോ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ ശ്രദ്ധിക്കാറുണ്ട്, അവർ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു വ്യക്തി നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ട്, അതും വളരെ ജെനുവിൻ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സത്യാഗ്രഹം നടത്തിയിട്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനോ എന്തുകൊണ്ട് ഇവരെയും കൊണ്ട് സാധിച്ചില്ല? ജെന്യുവിൻ ആയിട്ടുള്ള റീസണിൽ നമ്മുടെ രാജ്യത്തെ ഒരു പൗരൻ അദ്ദേഹം രാജ്യ തലസ്ഥാനത്ത് പോയി വളരെ ജെന്യുവിൻ റീസണിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമരം അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹം അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യവും പറയുന്നില്ല. അദ്ദേഹം ആകപ്പാടെ പറഞ്ഞത് നമ്മുടെ രാജ്യത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുക, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇപ്പൊ നടന്ന ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച, ആ ചോർച്ചയിൽ ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി ഇത് ചെയ്യുക. അതായത് ഗവൺമെന്റ് ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് സമ്മതിക്കുക. ഇനി നാളെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ സുരക്ഷയ്ക്കും അവരുടെ ഫ്യൂച്ചറിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇത്രയും വളരെ ജെന്യുവിൻ ആയിട്ടുള്ള റീസൺസ് മാത്രമാണ്. അതായത് ബാലികേറാമല അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല. എന്തുകൊണ്ട് അതിനെ പറ്റിയിട്ട് അഡ്രസ്സ് ചെയ്തില്ല? അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുമോ? നേരിട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരിക്കും, സുരക്ഷ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചില്ല? ഇപ്പോഴും സംസാരിക്കുന്നില്ല. ഇപ്പോഴും റവല്യൂഷൻ സൃഷ്ടിക്കുന്ന ആൾക്കാർക്കെതിരെയാണ് സംസാരിക്കുന്നത്. ഓക്കെ, സി ജെ പി എന്ന് പറയുന്ന ആ ഒരു പാർട്ടി, അവരെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കറന്റ്ലി ഐ എം നോട്ട് സപ്പോർട്ടിങ് ദം. പക്ഷെ ആ വ്യക്തി, അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ നാട്ടിലെ യുവജനങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CJP സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാര്യം, എനിക്കിപ്പോഴും അതിന്റെ ആ ഒരു ഉത്ഭവം, അതിന്റെ ഫണ്ടിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കുറെ സംശയങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ യുവാക്കൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഏകദേശം, ഞാൻ പറഞ്ഞല്ലോ, പോപ്പുലേഷനിൽ ഒന്നാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് യൂത്ത് പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് നമ്മുടേത്. ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 371 മില്യൺ യുവജനങ്ങളാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തുള്ളത്. ഈ 371 യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 371 മില്യൺ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇനഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അല്ലെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ രാജ്യത്തുണ്ടോ?
പകുതിക്ക് പോലും കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള യുവജനങ്ങളെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനും സ്ട്രെസ്സും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത്രയധികം സ്ട്രെസ്സും ഇത്രയധികം കോമ്പറ്റീഷനും ഉള്ളതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരം ഒരു ഫെയിലിയർ ഉണ്ടാകുന്നത്. അതെന്തുമാത്രം കുട്ടികളെ അഫക്റ്റ് ചെയ്യും. മാത്രമല്ല അണ്ടർപേ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയധികം പോപ്പുലേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാര്, ജോലി തിരയുന്ന യുവജനങ്ങൾ ഇത്രയധികം ഉള്ളത് കൊണ്ട് തന്നെ വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് പണിയെടുക്കേണ്ടി വരികയാണ് നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്ക്. കാരണം കമ്പനീസ് അതിനെ ഇത് ചെയ്യും, മുതലെടുക്കും. ഇത്രയധികം ആൾക്കാരുണ്ടല്ലോ, ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആളെ സുഖമായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ ശമ്പളത്തിൽ നീ ജോലി ചെയ്യുവാണെങ്കിൽ ജോലി ചെയ്താൽ മതി എന്ന് കമ്പനി പറയുമ്പോൾ ആ ഒരു തുച്ഛമായ വരുമാനത്തിൽ അല്ലെങ്കിൽ ശമ്പളത്തിൽ പട്ടിയെ പോലെ പണിയെടുക്കേണ്ടി വരുന്ന യുവജനങ്ങൾ, അത്തരം യുവജനങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യ സുരക്ഷയായിക്കോട്ടെ, ഡിഫൻസ് ആയിക്കോട്ടെ, ജിയോ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സ്പേസ് പ്രോഗ്രാം ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിലെല്ലാം നമ്മുടെ രാജ്യം സ്ട്രോങ്ങർ ആയിരിക്കണം. അതേപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ ഓപ്പർച്യൂണിറ്റീസ്. ഇതെല്ലാം കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ രാജ്യത്തെ ഗവൺമെന്റ് ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. കാരണം ഈ നാട്ടിലെ യുവജനങ്ങളാണ് ഈ നാടിന്റെ ഫ്യൂച്ചർ. നമ്മൾ എത്രത്തോളം GDP ഗ്രോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ ഈ നാട്ടിലെ ഗ്രോത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ യുവജനങ്ങളിൽ അനുസരിച്ചിരിക്കും. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്ത കുറെ യുവാക്കളെ ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ എന്താണ് കാര്യം? അപ്പൊ അവർക്ക് ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻസ് കിട്ടുന്നുണ്ടോ? ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ? സ്കിൽസ് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടോ? അവർക്ക് കിട്ടേണ്ട പേയ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ശമ്പളം കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റ് ആണ്. മാത്രമല്ല ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പരീക്ഷകൾ, എക്സാംസ്, അത് കൃത്യമായിട്ട് സുതാര്യമായിട്ടാണോ നടക്കുന്നത് എന്നും കൂടി ഉറപ്പുവരുത്തേണ്ട പൂർണ്ണ ഉത്തരവാദിത്വവും ആര് നിക്ഷിപ്തമാണ്? ഗവൺമെന്റിലെയാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സിസ്റ്റത്തിന്റെ ഫെയിലിയർ തന്നെയാണ്. അതിൽ ഉത്തരവാദിത്തം വഹിക്കേണ്ടതും ഇവർ തന്നെയാണ്. അല്ലാതെ തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവരുടെ ഉത്തരവാദിത്തം തീരുന്നില്ല. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്നതും അത് തന്നെയാണ്. വലിയ വേറെ കാര്യങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല. നമുക്ക് വേണ്ടത് സുതാര്യമായിട്ടുള്ളൊരു സിസ്റ്റം. ഇവിടുത്തെ യുവാക്കൾക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. എന്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം യുവാക്കളുണ്ട്. അപ്പൊ ആ യുവാക്കൾക്ക് ആവശ്യമായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളവരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് വെളിരാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണം തന്നെ എന്താണ്? ഗവൺമെന്റിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് എല്ലാവരും വെളിയിൽ പോയി ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടാണ് എല്ലാവരും വെളിയിൽ പോയി ജോലി ചെയ്യുന്നത്? ഇവിടുത്തെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ തന്നെയാണ്. ഇപ്പൊ ഇരിക്കുന്ന കറന്റ് ഗവൺമെന്റിന് ഇതിന് മുമ്പിരുന്ന ഗവൺമെന്റിനെ പഴിക്കാൻ പറ്റില്ല. കാരണം കുറെ വർഷങ്ങളായിട്ട് ഇവർ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ്. 10-11-12 വർഷമായിട്ട് ഇവരാണ് ഈ നാട്ടിലെ ഗവൺമെന്റ്. സോ അവരുടെ ഉത്തരവാദിത്തം അവർ ശരിയായി ചെയ്തില്ല എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച. അതിൽ അവര് ഉത്തരവാദിത്തം വഹിക്കണം. അതിന് എതിരെ അല്ലെങ്കിൽ നാളെ ഇങ്ങനൊരു കാര്യം ഉണ്ടാവില്ല എന്ന് 100% ഉറപ്പുവരുത്തേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ നടക്കുന്ന ഈ യുവജനങ്ങളുടെ സമരം.